ഇന്ന് എത്ര ഡേറ്റ് അറിയോ? October 10th of 2020. ഇനി ന്യൂ ഇയറിലേക്ക്, അതായത് 2026ലേക്ക് വെറും 80 ഡേയ്സ് മാത്രം. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം, ഇത്രയും മന്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 90 days നോ ഡിസ്ട്രാക്ഷൻ, ടൈം ടു ലോക്കിൻ എന്നൊക്കെ പറഞ്ഞു. ആൻഡ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത്. അത് ഇട്ടതിന് ശേഷം ഐ വാസ് ഇൻ സിക്ക്. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഇന്ന് October 10th ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്ത് പുതിയ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത്, അതായത് എന്നുള്ള 3 മന്തിലേക്കുള്ള ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിന്നാണ് ഞാനിന്ന് എന്താക്കുന്നത്, ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇന്നലെ എന്താ പറയുക, ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഐ ജസ്റ്റ് സോ എ വീഡിയോ. ഈ ഒരു 90 ഡേയ്സ് നമ്മുടെ ടൈം എങ്ങനെ ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ആൻഡ് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലും പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇയറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 months ആയിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് Q1, നെക്സ്റ്റ് Q2, നെക്സ്റ്റ് Q3, ഇപ്പോൾ നമ്മളുള്ളത് Q4, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഇതിൽ നമുക്ക് ഓൾറെഡി ഉണ്ടാവുക 90 ഡേയ്സ് ആണ്, പക്ഷേ ഇതിൽ 10 days ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയുള്ള 80 ഡേയ്സിലേക്ക് നമ്മുടെ ഗോൾസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുക, നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കും ചെയ്യാം. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്കും ഒരു പെന്നും എടുത്തിരിക്കാം. എന്തൊരു കാര്യം നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുക്കിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനമാണ്. ആൻഡ് ഒരു ബുക്കും പെന്നും എടുത്തിട്ട് എപ്പോഴും ഇരിക്കാം. ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ Q3ൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, Q3യിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അത് പ്രശ്നമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഫോർ അവർ സെൽഫ്, നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് വിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 to 5 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം. അതായത് ഇപ്പം ഓൾറെഡി നല്ല ബുക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്ര ബുക്ക് വായിച്ചു, ബുക്ക് വായിക്കാൻ പറ്റിയോ, ഞാൻ ബുക്ക് വായിച്ചു എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാം. അതുമാതിരി തന്നെ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്താ പറയുക, കൂടുതലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഈ Q3യിൽ, അത് എഴുതാം. അതുമാതിരി തന്നെ ഇപ്പോൾ ജേർണലിങ് എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ എന്തൊക്കെയാണോ Q3ൻ്റെ വിൻസ് അത് നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ഈ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഗോളിലേക്ക് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വിൻസ് എഴുതി കഴിഞ്ഞാൽ അതിന് ശേഷം എന്താ പറയുക, നമ്മുടെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു Q3യിൽ നമ്മൾ ചെയ്തതിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ പറയുക, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഗോളുകൾ എന്തൊക്കെ ഇതിലെഴുതാം. ഇപ്പം റീഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഐ വിൽ റീഡ്, വിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഐ വിൽ റീഡ് 5 books അല്ലെങ്കിൽ 6 books. എത്ര ബുക്സ് ആണ് നമ്മുടെ ഗോൾ വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് എത്ര എണ്ണാന്നുള്ളത് എഴുതാം. അതിനാണെങ്കിൽ നമ്മൾ എന്താക്കണം, ഒരു ഡെഡ് ലൈൻ കൊടുക്കണം. ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്ര ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്ര ഒരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യും. അങ്ങനെ ഒരു ഡെഡ് ലൈൻ എന്താക്കണം, ഇതിൻ്റെ അകത്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുമ്പം നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. ലൈക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതെപ്പം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാഞ്ഞാൽ ആ സെറ്റ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവില്ല. അപ്പം ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് എപ്പം തുടങ്ങി എപ്പം അവസാനിക്കണം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറച്ചുകൂടി കൂടും. അങ്ങനെ 3 ഗോളും കൂടി എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസവും ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം. ഈ ടു ഡു ലിസ്റ്റ് റെഡിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം 3 ഗോൾസ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗോൾസ് എഴുതിയ ആൾക്കാരുണ്ടാവും, ഇറ്റ്സ് ഫൈൻ. അത് എഴുതിയതിൽ ദിവസവും നമ്മൾ
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ റീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് ഇത്രയും ബുക്സ് വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ദിവസം ഞാൻ ഇത്ര പേജ് വായിക്കും, അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ ഇന്ന കാര്യം ചെയ്യും, അങ്ങനെ വേണം ടു ഡു ലിസ്റ്റ് റെഡിയാക്കാൻ. നമുക്ക് വീക്ക്ലി ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം, ഡെയിലി ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം, അങ്ങനെ മന്ത്ലി റെഡിയാക്കാം, എല്ലാം ചെയ്യാം. അതിൽ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ നമ്മുടെ എനർജി നോക്കിയിട്ട് രാവിലെയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ വരുന്ന 80 ഡേയ്സും എന്താക്കേണ്ടത്, പോകേണ്ടത്. ഓക്കെ, അപ്പം ടു ഡു ലിസ്റ്റും നല്ല വൃത്തിക്ക് നമ്മുടെ ഗോൾസ് എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം. അല്ലാണ്ട് വേണ്ടാതെ ഓരോന്ന് വലിച്ചു വാരിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അറ്റ് ദ നൈറ്റ് ടൈം നമ്മൾ ടു ഡു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാത്ത രീതിയിൽ കാണും. ആൻഡ് അത് നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾസിനനുസരിച്ച് ടു ഡു ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇനി എല്ലാ ഡേയ്സിലും നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ കാണുന്ന ഡേ എന്താക്കണം, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കണം. കാരണം ഇനി നമ്മുടെ ഇയർ ആക്കണം നെക്സ്റ്റ് 2026. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 2026 റെസൊല്യൂഷൻ കൊടുക്കാതെ 2025 തന്നെ നമ്മൾ ഓരോ ഹാബിറ്റും ഓരോ റുട്ടീൻസും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് നമ്മുടെ ഇയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തും. നമുക്ക് നമ്മളെ ഇയർ ആണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ന്യൂ ഇയറിന് റെസൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മോർ ദാൻ 2 ഡേയ്സ് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഭയങ്കര എന്തോ നമ്മൾ അപ്സെറ്റ് ആവും, കാര്യങ്ങളാവും. പക്ഷേ ഇത് നമ്മൾ ഈ റുട്ടീൻ ബിൽഡ് ചെയ്ത് വന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖമായിട്ട് എന്താക്കാൻ പറ്റും, നമ്മുടെ നെക്സ്റ്റ് ഇയർ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് അറിയിക്കണം, എന്തായിട്ടും അത് കമൻസിൽ അറിയിക്കുക. ആൻഡ് ഇതൊക്കെയാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്. നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ കൊടുക്കുക. ഐ വിൽ ചെക്ക്. ആൻഡ് നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കുക. അതാകുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമ്മളിപ്പം ജാനുവരിയിലെല്ലാം ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു രസമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ബൈ.